തിരുവനന്തപുരം ചിറയൻകീഴിൽ ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് വേദി മാറ്റിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നവകേരള സദസ്സിന്റെ താൽക്കാലിക നിർമ്മിതികൾ ക്ഷേത്ര മൈതാനത്തുണ്ടെങ്കിൽ ഉടൻ നീക്കം ചെയ്യാനും നിർദ്ദേശം. നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടർക്കാണ് കോടതിയുടെ നിർദ്ദേശം. രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നതിനെതിരെ നേരത്തെയും ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. അതിനു പിന്നാലെയാണോ ഈ ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് വേദിയുമായി ബന്ധപ്പെട്ട ഹർജിയിലും കോടതിയുടെ ഇടപെടൽ? വിഷ്ണു, ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്ത് ഈ വരുന്ന 21-ാം തീയതി നവകേരള സദസ്സ് സംഘടിപ്പിക്കാനായിട്ട് വേദി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വേദി നടത്തുന്നതിനെതിരെ, അതായത് നവകേരള സദസ്സ് ക്ഷേത്ര മൈതാനത്ത് നടത്തുന്നതിനെതിരെ ഭക്തനായിട്ടുള്ള ജി ഹരി നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഈ ഹർജിയിലാണ് സർക്കാർ ഇന്ന് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയത്. അതായത് നവകേരള സദസ്സിന്റെ വേദി അവിടെ ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്ത് നിന്നും മാറ്റിയതായിട്ടാണ് AAG ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ താൽക്കാലികമായിട്ടുള്ള ഏതെങ്കിലും നിർമ്മിതികൾ ഈ ക്ഷേത്ര മൈതാനത്ത് ഉണ്ടെങ്കിൽ അവ ഉടൻ നീക്കം ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. നോഡൽ ഓഫീസറായിട്ടുള്ള നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താൽക്കാലികമായിട്ട് പന്തലോ മറ്റ് നിർമ്മിതികളോ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര മൈതാനത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ നീക്കം ചെയ്യണം. നേരത്തെ കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് ഈ നവകേരള സദസ്സ് നടത്തുന്നത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ആ ഒരു വിധി വന്നതിന് ശേഷമായിരുന്നു കണക്കിനെ ഒപ്പം തന്നെ ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സിന്റെ വേദി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. കാരണം സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന്റെ വേദികൾ അല്ലെങ്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കരുത് എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് വേദി മാറ്റിയതായിട്ടാണ് സർക്കാർ വ്യക്തമാക്കിയത്. താൽക്കാലിക നിർമ്മിതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് സദസ്സിന്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിഷ്ണു, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.